ഹായ്, എല്ലാവർക്കും അക്ഷത വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളതേ നമ്മുടെ അൽബലത്തിലുള്ള ഡ്രീംസ് മോളിലാണ്. അപ്പം ഈ ഡ്രീംസ് മോൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീര ഗോൾഡ്, സോന ഗോൾഡ് അങ്ങനെ നമ്മുടെ ഗോൾഡ് സൂക്കിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഒന്ന് ആ ഒരു വഴിയിലാണുള്ളത്. ഇതാണ് അതിൻ്റെ വഴികൾ, രണ്ട് സൈഡിൽ നിന്നും നമുക്ക് കാണുന്ന വഴിയാണ്. അപ്പം എല്ലാ സാധാരണ ഇതിൽ ഒത്തിരി ഫാൻസി ഷോപ്പ്, ഒത്തിരി ഡ്രസ്സിൻ്റെ കടകൾ, അതുപോലെ എന്താ പറയുക, നമുക്ക് കെറ്റിൽ, അങ്ങനെ ഒത്തിരി കടകളുണ്ട്. എല്ലാം കിട്ടുന്ന ഒത്തിരി കടകളുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഒരു കടയിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് ഡ്രീംസ് മോളിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റും അവിടെ നിറച്ച് കിഡ്സിൻ്റെ ഡ്രസ്സസ്, അതുപോലെ ടീഷർട്ട്സ്, ചുരിദാറുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിറച്ചും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ജീൻസ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് പാൻസ് ഉണ്ട്. അപ്പോൾ ജീൻസിൻ്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു 60 റിയാൽ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് അവിടെ. അതുപോലെ 40 റിയാലിൻ്റെയൊക്കെ സാധാ പാൻസ്, നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് പാൻറ്റുകളുണ്ട്. ഷൂസ് ഉണ്ട്, ഷൂസിന് ഓഫറുള്ള ഷൂസും ഉണ്ട്, ഓഫർ ഇല്ലാത്ത ഷൂസും ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ കാണുമ്പോൾ നോക്കും ഇതൊരു ചെരുപ്പ് കടയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അല്ല, അവിടെ ചെരുപ്പും ഉണ്ട്. 10 റിയാലിൻ്റെയൊക്കെ നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സാധാരണ ചെരുപ്പ് തൊട്ട് വില കൂടിയ ചെരുപ്പ് എല്ലാം ഉണ്ട്. അതുപോലെ ബാഗുകളുണ്ട്. ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്, ജെൻസിൻ്റെ ഐറ്റംസും ഉണ്ട്. രണ്ടും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ലേഡീസ് ആൻഡ് ജെൻസ് വെയർ ആണ് ചെപ്പൽസ് എല്ലാം, ഷൂസ് ആയാലും. പിന്നെ ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ടോർച്ചാട്ടോ. അതിനകത്ത് ഓഫറുള്ള ടോർച്ചിൻ്റെ എമർജൻസി ലൈറ്റ് ഉണ്ട്, കെറ്റിലുകളുണ്ട്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് വാച്ചാണ്. വാച്ചസിൽ നമുക്ക് കപ്പിൾ വാച്ച് അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ആൻഡ് അൺബ്രാൻഡഡ് വാച്ചസ് ഉണ്ട്. അതായത് ഒരു 5 റിയാൽ തൊട്ട് അവിടെ വാച്ചസ് അവൈലബിൾ ആണ്. കപ്പിൾസ് വാച്ചിനൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ഇങ്ങോട്ട് പോയാൽ മിക്സി, നമുക്ക് അതൊരു കിച്ചണിലോട്ട് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ ഫാന് നമ്മൾ സൗദിയിൽ അധികം ഫാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല അല്ലേ. ഇപ്പോൾ ഫാൻ ഉണ്ട് അവിടെ. നമുക്ക് പോർട്ടബിളായിട്ട് കുഞ്ഞിടക്കാവുന്ന കുഞ്ഞ് പെഡൽ ഫാൻ, കുഞ്ഞ് ഫാനില്ലേ, അങ്ങനത്തെ ഫാനുണ്ട്. ഇത് മൊത്തം നമ്മുടെ ഷാംപൂ, ക്രീം സെക്ഷനാണ്. അതുപോലെ ഫേസ് മാസ്ക്, ഫേസ് പാക്ക്, അങ്ങനത്തെ ഐറ്റംസ്. അതുകൂടാതെ നമ്മുടെ പെർഫ്യൂംസ്, ലേഡീസ് ഐറ്റംസ്, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ പെർഫ്യൂംസിൻ്റെ പല ബ്രാൻഡ് വരുന്നതാണ്. അവിടെ സോപ്പുണ്ട്. മേക്കപ്പ് സെറ്റുകൾ പല റേറ്റിന് അവൈലബിൾ ആണ്. 15 റിയാൽ തൊട്ട് അങ്ങോട്ട് 35 കൂടി ഐറ്റംസ്, അങ്ങനെ എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഇത് മറ്റേ ഫോഗിൻ്റെ പെർഫ്യൂമിന് ഓഫറുണ്ട്. അതുപോലെ ഫെയർ ആൻഡ് ലവ്ലി ബോഡി ലോഷൻസ്, പൗഡർ, പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ ഡോള്, കുട്ടികൾക്ക് പറ്റിയ ബാഗുകൾ, കുറേ ടോയ്സ് ഐറ്റംസ് ഞാനിവിടെ കണ്ടു. 15 റിയാൽ തൊട്ട് 12 റിയാൽ തൊട്ട്, അതിനും കുറവുള്ളതുണ്ട്. എന്നാലും 12 റിയാൽ തൊട്ട് നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ, ഇപ്പോൾ സംസാരിക്കുന്ന ഒരു ബേബീനെ ഞങ്ങൾ മേടിച്ചായിരുന്നു. അതിന് റേറ്റ് വരുന്നത് 35 റിയാലാണ്. അതുപോലെ 40 റിയാലിനൊരു സംസാരിക്കുന്ന ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ബ്ലാങ്കറ്റ് സെക്ഷനാണ് കേട്ടോ ഇത്. നമ്മുടെ കംഫർട്ടില്ലേ ആ ഒരു ഏരിയ ആണത്. അതല്ലാതെ ബെഡ്ഷീറ്റ് ഉണ്ട്. ഇത് നമ്മൾ ട്രോളി ബാഗാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ചീത്തയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേറെ വാങ്ങാം. ഇത് നമ്മുടെ ലേഡീസ് ബാഗിൻ്റെ ഐറ്റംസ് ആണ് വരുന്നത്. ലേഡീസ് ബാഗ് ഓൾമോസ്റ്റ് ഒരു 60 എബോ ആണ്, 60 ബിലോ ഉണ്ട്. പിന്നെ ബാഗ് ഐറ്റംസിലൂടെ ഞാൻ അങ്ങനെ നോക്കിയില്ല. ഞാൻ ബാഗിനോട് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് പോയില്ല. പിന്നെ ആ സൈഡിലായിട്ട് കാണുന്നത് ജെൻസിൻ്റെ കുർത്തി വെയേഴ്സാണ്. ജെൻസിൻ്റെ കുർത്തിയൊന്നും നമ്മളധികം അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു അവിടെ ജെൻസിൻ്റെ ഡ്രസ്സ് കുറേ കളക്ഷൻ വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന എന്താ പറയുക, നമ്മുടെ ബൊമ്മയും ഇരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 68 റിയാലാണ്. അത് നല്ല ചുരിദാറിൻ്റെ നല്ലൊരു ടോപ്പായിട്ട് എനിക്ക് തോന്നി. കർച്ചീഫിൻ്റെ ഒരു സെക്ഷനാണത്. ഇത് മൊത്തം നമ്മുടെ ഗേൾസിൻ്റെ ഡ്രസ്സസ്സാണ് കേട്ടോ. ഗേൾസിൻ്റെ എല്ലാവിധ ഡ്രസ്സസ് ഉണ്ട്. പലാസോസ് ഉണ്ട്, അതുപോലെ ടീഷർട്ട്സ് ഉണ്ട്, നല്ല ചുരിദാർ പീസസ് ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ നമ്മുടെ ഗൗൺ സെറ്റ് ഉണ്ട്, ജീൻസിന് പറ്റിയ ഷോർട്ട് ടോപ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 45 റിയാൽസ് തൊട്ട് അവിടെ ടോപ്സ് അവൈലബിൾ ആണ്. ചുരിദാറിൽ നിന്ന് ഇടാൻ പറ്റുന്ന നമ്മുടെ ലോങ് കുർത്തീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 45+ അവിടെ അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ക്ലിപ്പ്, ബണ്ണ്, അങ്ങനത്തെ ഐറ്റംസ് ഒരു 3 റിയാലിൽ നമുക്കവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 5 റിയാൽ ഷോപ്പിലൊക്കെ പോയിട്ടായിരിക്കും അല്ലേ കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ 5 റിയാൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമുക്കത് ലാഭമായിട്ട് തോന്നുമെങ്കിൽ നമ്മളത് 6 റിയാൽ കൊടുത്തല്ലേ വാങ്ങുന്നത് ഒരു സെറ്റ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മതി. ഒരു മോളോളം കുറേ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതെനിക്ക് നല്ലതായിട്ട് തോന്നി. കുറേ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മളെ വീട്ടിലിടാൻ പറ്റിയ കുറേ ഡ്രസ്സസ്, പിന്നെ
അബായാസാണ്, ഓഫ് കോഴ്സ് അബായാസാണ് അത് മുഴുവൻ. കുറേ അബായാസ് ഉണ്ട് കേട്ടോ. അബായാസൊന്നും ഞാൻ അങ്ങനെ എടുത്തൊന്നും നോക്കിയില്ല. പിന്നെ സ്കേർട്സ് കുറേ ഉണ്ട്. സ്കേർട്സിൻ്റെയൊക്കെ റേറ്റ് വരുന്ന ഒരു 38 റിയാൽസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനും കുറവുള്ളതുണ്ടാവും കേട്ടോ. അതിൽ 10 റിയാൽസിൻ്റെയൊക്കെ വീട്ടിലിടാൻ പറ്റിയ ടീഷർട്ട്സ് ഉണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സസാണ് അവിടെ കണ്ടത്. 10 റിയാൽ 20 റിയാലൊക്കെ അറേഞ്ച് വരുന്നുള്ളൂ. പിന്നെ ഇന്നർ വെയേഴ്സിൻ്റെ വലിയൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ നാട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ പാൻറ്റീസിൻ്റെ ബോക്സസ് നമ്മൾ 12 എണ്ണം വരുന്ന ബോക്സസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ റേറ്റ് ഒരു 30 റിയാൽ ആ ഒരു റേഞ്ചിലാട്ടോ വരുന്നത്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ അത് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ എന്തുകൊണ്ടും നോക്കിക്കഴിഞ്ഞാൽ ജെൻസിനും ലേഡീസിനും ഒരുപോലെ വാങ്ങാൻ പറ്റും എന്നുള്ളത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഒറ്റ ഷോപ്പിങ്ങിൽ എല്ലാം കൂടെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതുപോലെ ജെൻസിൻ്റെ പേഴ്സ് അവിടെ അവൈലബിൾ ആണ്. നല്ല നല്ല കളക്ഷൻ ഉണ്ട്. അതായത് ഹസ്ബൻഡിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. അത്രയേ ഉള്ളൂ. ബൈ ബൈ.